you? All are fine? Yes. Very happy ആയിട്ടിരിക്കുവാണ് അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച് മിടുക്കന്മാരായിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ആണ്. നമ്മുടെ ടേം 2 ലെസൺ ഫുൾ, എക്സാമിനുള്ള ലെസൺസ് ഫുൾ നമ്മൾ കവർ ചെയ്തു പഠിച്ചു കഴിഞ്ഞു അല്ലേ? യെസ്, വെരി ഗുഡ്. ദെൻ അപ്പോൾ നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ദിവസം പഠിപ്പിക്കുന്നത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണമെന്ന് ടീച്ചർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. വെരി ഗുഡ്. അപ്പോൾ ടീച്ചർ ഇന്ന് മുതൽ റിവിഷൻ ആണ്. ടീച്ചർ ഇംഗ്ലീഷിൽ ഫസ്റ്റ് നമ്മുടെ ടേം 2 ടെക്സ്റ്റ് ഒന്നേന്ന് ഓരോ ലെസൺ വീതം റിവൈസ് ചെയ്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ ടീച്ചർ റിവൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു തരും. എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് അതുപോലെ പഠിക്കുക. ഓക്കെ ഓക്കെ, all of you take your textbook. Please listen here, page number 3. അപ്പോൾ ഫസ്റ്റ് ടേം 2 ടെക്സ്റ്റിലെ ഫസ്റ്റ് ലെസൺ പ്രിയാസ് ഡ്രീം ആയിരുന്നു. ഒരു സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? യെസ്, നമ്മളും എന്താണ് ഒരുപാട് സ്വപ്നമൊക്കെ കാണാറുണ്ട് ഉറക്കത്തിലൊക്കെ. അതുപോലെ പ്രിയയുടെ ഒരു ഡ്രീമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? പ്രിയ എന്ന് പറയുന്നത് കുറച്ച് മടിയായിരുന്നു. എന്താണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ടൈം ഒരുപാട് കളഞ്ഞ് കറക്റ്റ് ടൈമിലൊന്നും ചെയ്യാതെയൊക്കെയുള്ള ഒരു കുട്ടിയെയാണ് നമ്മളിവിടെ കാണുന്നത്. അവളുടെ പാരൻസിനും ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനെയൊക്കെ അവളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അവരെല്ലാം സ്കോൾഡ് ചെയ്യും. എന്തിനാണ്? അവൾ എല്ലാ കാര്യങ്ങൾക്കും ലേറ്റ് ആകുന്നത് കൊണ്ട്. അങ്ങനെ അവളുടെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള, പ്രിയ വാസ് വെരി എക്സൈറ്റഡ്. അവളൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഡേ ആണ്. അവളുടെ ബർത്ത്ഡേ അടുക്കാറായി. അപ്പോൾ അവൾ എന്താണ്, അവൾക്ക് വേണ്ട ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യിക്കാനായിട്ട് ടൈലറിനെ ഏൽപ്പിക്കുന്നു. പിന്നെ എന്താണ്, അവൾ എന്തൊക്കെയോ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? അവളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവളുടെ ഫാദർ എന്ത് ചെയ്യുന്നു? ബേക്കറിനോട് കേക്ക് മേക്ക് ചെയ്യാനായിട്ട്. എന്ത് കേക്കാണ്? മിക്കി മൗസ് ബർത്ത്ഡേ കേക്കാണ് അവൾക്കായിട്ട് കൊടുക്കുന്നത് അവളുടെ ഫാദർ. അപ്പോൾ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. ആ ഡേ അങ്ങ് വന്നു അടുത്തു. അറ്റ് ലാസ്റ്റ് ദ ബിഗ് ഡേ കം. പ്രിയ വാസ് ലേറ്റ് ഫോർ സ്കൂൾ. ഹർ ടീച്ചേഴ്സ് കോൾഡ് ഹർ ആഫ്റ്റർ സ്കൂൾ. അവൾ സ്കൂളിലൊക്കെ പോയതിന് ശേഷം അവളുടെ അമ്മയും അവളുമായിട്ട് ടൈലർ ഷോപ്പിൽ പോകുന്നു. അപ്പോൾ എന്താണ്, അവളുടെ ഡ്രസ്സ് അവിടെ റെഡി ആയിട്ടില്ല. എന്താണ്, ടൈലർ പറയുന്നു, ഞാൻ രാവിലെ ലേറ്റ് ആയതുകൊണ്ട് പ്രിയയുടെ ഡ്രസ്സ് മേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പ്രിയ വാസ് വെരി അപ്സെറ്റ്. പ്രിയ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആകുന്നു. ദെൻ അവൾ എന്താണ്, ബേക്കറിയിലേക്ക് പോകുന്നു. ബേക്കർ സെഡ്, ഐ ആം സോറി, എ കേക്ക് ഈസ് നോട്ട് റെഡി. അവിടെ ബേക്കർ എന്താ പറയുന്നത്? കേക്ക് റെഡി ആയിട്ടില്ല, ക്ഷമിക്കണം. ഐ വോക്ക് അപ്പ് ലേറ്റ് ടുഡേ. ഞാനിന്ന് ലേറ്റായിപ്പോയി, എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി എന്ന് പറയുന്നു. പ്രിയ ഫെൽറ്റ് വെരി ബാഡ്. അവൾക്ക് വളരെയധികം സങ്കടം, വിഷമം തോന്നി. അവൾ എന്താണ്, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ എന്താണ്, അവളുടെ വീടൊന്നും അലങ്കരിച്ചിട്ടില്ല, ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. പാർട്ടി റൂമിൽ നോ ഫ്ലവേഴ്സ്, നോ ബലൂൺസ്, നോ സ്ട്രീംസ്, ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അവളുടെ ഗ്രാൻഡ് മദർ പറയുന്നു, ഐ ആം സോറി പ്രിയ, ദ സെർവൻറ്റ് ഡിഡ് നോട്ട് കം ടൈം സോ ഐ കുഡ് നോട്ട് ഡെക്കറേറ്റ് ദ പാർട്ടി റൂം. എന്താണ്, കറക്റ്റ് ടൈമിൽ നമ്മുടെ സെർവൻറ്റ് എത്തിയിട്ടില്ല, അതുകൊണ്ട് ഒരു ഒരുക്കവും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പ്രിയയ്ക്ക് വളരെയധികം വിഷമമായി. ഇനി എന്ത് ചെയ്യൂ എന്നുള്ളൊരു വിഷമമായി. ഇറ്റ് വാസ് 5 o'clock. എന്താണ്, 5 മണിയായി, പാർട്ടി ടൈമായി. പ്രിയ വെയിറ്റഡ് ഈഗർലി ഫോർ ഹർ ഫ്രണ്ട്സ്. അവൾ ആകാംക്ഷയോടെ അവളുടെ ഫ്രണ്ട്സിനെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട്സിനെല്ലാം വെയിറ്റ് ചെയ്യുവാണ്. 5 o'clock ആയി, 6 o'clock ആയി. ദെൻ അവരാരും എത്തിയിട്ടില്ല. പ്രിയ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. അവളിങ്ങനെ വിങ്ങി പൊട്ടാനായിട്ട് കരഞ്ഞു തുടങ്ങി. അവസാനം 7 o'clock ആയപ്പോൾ അവളുടെ ഫ്രണ്ട്സ് വന്നു. ദേ സെഡ് ടു പ്രിയ. എന്താണ്, അവൾ ഫ്രണ്ട്സ് പ്രിയയോട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം, ഞങ്ങൾ ലേറ്റായിപ്പോയി. അങ്ങനെ അവളുടെ ബർത്ത്ഡേക്ക് ആകെ എല്ലാവരും എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ എന്തു പറ്റി, ലേറ്റായിക്കൊണ്ടേയിരുന്നു. അതെന്താ ഇങ്ങനെ സംഭവിച്ചത്? പ്രിയയും എല്ലാ കാര്യങ്ങൾക്കും ലേറ്റായിരുന്നു. അതുകൊണ്ടാണ് അവളുടെയും എല്ലാ കാര്യങ്ങളും ലേറ്റായത്. ദെൻ പ്രിയ, ഗെറ്റ് അപ്പ് ഡിയർ, ഇറ്റ്സ് യുവർ ബർത്ത്ഡേ ടുഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ, സെഡ് മദർ ഷേക്കിംഗ് ഹർ ജെന്റ്ലി. അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് പ്രിയയെ എഴുന്നേക്ക് മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അപ്പോൾ അവൾ കണ്ടതൊരു ഡ്രീമായിരുന്നു. പ്രിയ കണ്ണ് തുറന്ന് നോക്കുന്നു. ഷീ സാറ്റ് അപ്പ് ക്വിക്ലി.
She asked her mother, am I late again? പിന്നെയും ഞാൻ ലേറ്റായോ എന്ന് അവൾ അമ്മയോട് ചോദിക്കുന്നു. അമ്മ എന്ത് പറയുന്നു? നോ മൈ ഡിയർ, ഇല്ല, പെട്ടെന്ന് തന്നെ റെഡിയാകാൻ പറയുന്നു. അങ്ങനെ Priya reached her school in time. Her red silk dress was ready in evening. The party room was decorated beautifully. Father came home early with the Mickey Mouse birthday cake. അങ്ങനെ അവളുടെ ബർത്ത്ഡേക്കുള്ള ടൈമായി, ഈവനിങ് ടൈമായി. അവളുടെ ഡ്രസ്സ്, അവളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ബ്യൂട്ടിഫുള്ളായി. അവളുടെ ഫാദർ കറക്റ്റ് ടൈമിന് തന്നെ, നേരത്തെ തന്നെ മിക്കി മൗസ് ബർത്ത്ഡേ കേക്കുമായിട്ടെത്തി. പിന്നെ ഓൾ ഹർ ഫ്രണ്ട്സ് കം ഇൻ ടൈം. കറക്റ്റ് ടൈമിന് തന്നെ അവൾ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട്സ് എല്ലാം എത്തി. പ്രിയയ്ക്ക് വളരെയധികം സന്തോഷമായി. അവരെല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ പ്രിയയ്ക്ക് വിഷ് ചെയ്തു. ഓക്കെ, പിന്നെ അവർ ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സ്റ്റോറി. ദെൻ അതിന് ശേഷം നമ്മൾ മീനിങ്സ് ഒക്കെ പഠിച്ചായിരുന്നു. ആസ് യൂഷ്വൽ, ഇൻ ദ സെയിം വേ ആസ് വാട്ട് ഹാപ്പൻസ്. In time, not late, eagerly, in a very interested and excited manner. Spoiled, changed something happy into something unpleasant. From today onwards, continuing into the future. നമ്മൾ നെക്സ്റ്റ് ചെയ്തത് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നോട്ടിലും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. യെസ്, റൈറ്റ് ട്രൂ ഓർ ഫോൾസ് ഇൻ ദി ബോക്സസ്. In Priya's dream. First one, she reaches her school in time. False. Her red silk dress is not ready. True or false? True ആണല്ലേ. The baker gives her Mickey Mouse birthday cake. False. The party room was not decorated beautifully. True. Father came for the party in time. False. All her friends were late. True. Okay, next answer the following questions. What was Priya's bad habit? എന്തായിരുന്നു പ്രിയയുടെ ബാഡ് ഹാബിറ്റ്? പ്രിയ വാസ് ലേറ്റ് ഫോർ എവറിത്തിങ്. എല്ലാ കാര്യങ്ങൾക്കും പ്രിയ ലേറ്റ് ആവുക എന്നതായിരുന്നു പ്രിയയുടെ ബാഡ് ഹാബിറ്റ്. ഓക്കെ. വാട്ട് ചേഞ്ച്ഡ് Priya's life forever? Priya's dream changed her life forever. Who wished Priya on her birthday early in the morning? ആരായിരുന്നു ആദ്യം അവളെ ഏർലി മോർണിംഗിൽ വിഷ് ചെയ്തത്? മദർ wished Priya early in the morning. Okay, next, what happened on Priya's birthday? എന്തൊക്കെയായിരുന്നു പ്രിയയുടെ ബർത്ത്ഡേ ആ ടൈമിൽ സംഭവിച്ചത്? ഫസ്റ്റ്, Priya reached her school in time. Her red silk dress was ready in the evening. The party room was decorated beautifully. Then father came home early with the Mickey Mouse birthday cake. All her friends come in time. Everyone enjoyed themselves. Next, what did Priya's father tell the baker? Priya's father asked the baker to make a Mickey Mouse birthday cake. What did Priya tell her mother after her birthday party? Answer, Priya told her mother about her dream. She promised her that she would always be on time from that day onwards. Next, vocabulary. Match the words in column A with the opposites in column B. Write the correct opposite in front of each words in column A. കോളം എയിലും കോളം ബിയിലും വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. കോളം എയിലെ വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ് നമ്മൾ കണ്ടുപിടിച്ച് ഈ ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വിൻ, ലോസ്, എനിമി, ഫ്രണ്ട്, ഫോർഗെറ്റ്, റിമെമ്പർ, കെയർഫുള്ളി, കെയർലെസ്ലി, ലേറ്റ്, ഏർലി, laugh, weep. Okay, then masculine and feminine. എന്താണ് masculine, feminine എന്ന് പഠിച്ചു. The man, king, grandfather. These words tell us about males. They are of masculine gender. Then woman, queen, grandmother. These words tell us about females. They are of feminine gender. Okay, next,
എന്നിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാസ്കുലിനും ഫെമിനിനും കൊടുത്തിട്ടുണ്ട്. കോളം എയും കോളം ബിയിലും വേർഡ്സ് ഉണ്ട്. കറക്റ്റായിട്ടുള്ളത് ചൂസ് ചെയ്യുക. ലോർഡ്, ലാഡി, ഗോഡ്, ഗോഡസ്, ഷെപ്പേർഡ്, ഷെപ്പേർഡസ്, ജയന്റ്, ജയൻറ്റസ്, കിങ്, ക്യൂൻ. ഗ്രാമർ. നൗൺസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. നൗൺ പ്ലസ് എസ്, നൗണിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് എഴുതുന്നത്. ബുക്ക് പ്ലസ് എസ്, ബുക്സ്. എസ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് എസ് ഇൻ സോ. ഗേൾ പ്ലസ് എസ്, ഗേൾസ്. ഓറഞ്ച് പ്ലസ് എസ്, ഓറഞ്ചസ്. ഓക്കെ, നൗൺ പ്ലസ് എസ്. ദെൻ നൗൺ പ്ലസ് ഇ എസ്, noun plus es. Glass plus es, glasses. Glass plus es, glasses. If there is a consonant before o, add es to the noun. Glass plus es, glasses. Nouns ending in o. Radio plus s, radios. Potato plus es, potatoes. Nouns ending in y. Key plus s, keys. Baby plus es, babies. Okay, nouns ending in f or fe. Roof plus s, roofs. Knife plus s, knives. Okay, then nouns with different plurals. Singular and plural. Man, men, woman, woman, child, children, ox, oxen. Okay, tooth, teeth, mouse, mice, goose, geese. Next, nouns with have the same from the singular and the plural. Singularലും pluralലും same ആയിട്ട് വരുന്നത്. Deer, deer. Sheep, sheep. Some words in second word is made plural. Second word എന്താണ് plural ആയിട്ട് വരുന്ന ചെറിയ വേർഡ്സ്, ചില വേർഡ്സ്. Classroom, classrooms. Watchman, watchman. Watchman, watchmen. Washing machine, washing machines. Washing machines. Then write the plural of the following nouns. A leaf, 4 leaves. A child, 6 children. A sheep, 10 sheep. A toy, 3 toys. A pony, 5 ponies. A buffalo, 8 buffaloes. Write the singular or plural of the following words. Toothbrush, toothbrushes. Handkerchief, handkerchiefs. Railway station, railway stations. Dinner plate, dinner plates. Blackboards, blackboard. Gentleman, gentleman. Okay, next activity. Rewrite the following phrases and sentences in the correct order in your notebook. Put a full stop, a question mark, or an exclamation mark where needed. First one, night he read a has. Kite he read a has. He has a red kite. He has a red kite. Okay, letter A writing is Varun. Varun is writing a letter. Third one, sing is Mr. Angry. Why? Why is Mr. Sing angry? Why is Mr. Sing angry? Question mark. Then funny a what? Story. What a funny story. Woke morning up this early. I woke up early this morning. I woke up early this morning. Okay, next, sound and spelling. Silent W. Okay, brought, wringle, ran. W is followed by R at the beginning of a word. Then W is silent. Okay, write W or put a cross where necessary. ഈ ആക്ടിവിറ്റി നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ലെസൺ വളരെ നന്നായിട്ട് ആക്ടിവിറ്റീസൊക്കെ നോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് എക്സാമിന് പഠിക്കുക. ഓക്കെ, Good morning children.
നമുക്ക് ന്യൂ ലെസൺ ആണ് ഇന്ന് പഠിക്കേണ്ടത് EVS-ൽ ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. നമുക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ട്രാവൽ ചെയ്ത് എൻജോയ് ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം. പിന്നെ ട്രാവൽ ചെയ്യാൻ എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ? റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, എയർ, വാട്ടർ, പിന്നെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അതെല്ലാം നമുക്ക് ടെക്സ്റ്റ് നോക്കി ടീച്ചർ വായിച്ച് പറഞ്ഞു തരാം. നോട്ട്ബുക്കിലെ ഹാർഡ് വേർഡ്സ് എഴുതണം, ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എല്ലാവരും പ്ലീസ് ലിസൺ ഹിയർ. വായിക്കാൻ പോവുകയാണ്. ഓക്കെ ചിൽഡ്രൻ, ഹാർഡ് വേർഡ്സ് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക, ടെക്സ്റ്റിൽ നോക്കണ്ടാരും. ഓക്കെ, പ്ലീസ് ലിസൺ ഹിയർ. Lesson 6, travel and communicate. Travel and communicate. Transport, passengers, helicopters, sailboat. Transport, passengers, helicopters, sailboat. Transport, TRANSPORT. Transport. Passengers, PASSENGERS. Passengers. Helicopters, HELICOPTERS. Helicopters. Sailboat, SAILBOAT. Sailboat. Once more to reading, please listen. Transport, passengers, helicopters, sailboat. നമുക്കിനി ടെക്സ്റ്റ് വായിക്കാം. All of you take your text, page number 151, lesson 6, travel and communicate അല്ലേ? ട്രാവൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ട്രാവൽ ചെയ്യുക അറിയാമല്ലോ എന്താണെന്ന്, യാത്ര ചെയ്യുന്നത് അല്ലേ? ട്രാവൽ. ദെൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, വാർത്താവിനിമയം ചെയ്യുക, വിനിമയം ചെയ്യുന്നത്. ദെൻ പപ്പ, വാട്ട് ഈസ് ദാറ്റ് മൂവിങ് ഓൺ ദ റോപ്പ് ബിറ്റ്വീൻ ദ ടു മൗണ്ടൻസ്? ലുക്ക് ദിസ് പിക്ചർ. ഈ പിക്ചർ നോക്കിയിട്ട് ഈ ഗേൾ ചോദിക്കുവാണ്, പപ്പ വാട്ട് ഈസ് ദാറ്റ് മൂവിങ് ഓൺ ദ റോപ്പ് ബിറ്റ്വീൻ ദ ടു മൗണ്ടൻസ്? ഈ ടു മൗണ്ടൻസും ഇടയിലൂടെ ഈ റോപ്പ് എന്താണ് അത് എന്ന് ചോദിക്കുവാണ് കേട്ടോ. എന്താണ് ആ റോപ്പിലൂടെ ചലിച്ചു കൊണ്ട് പോകുന്നത്? എന്താണ് പോകുന്നത്? അപ്പോൾ പപ്പ പറയുകയാണ്, ദാറ്റ് ഈസ് എ കേബിൾ കാർ. അതൊരു കേബിൾ കാർ ആകുന്നു. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വെഹിക്കിൾ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. എന്താണ്? ഇതൊരു സ്പെഷ്യൽ വെഹിക്കിളാണ്, ഒരു പ്രത്യേകതരം വെഹിക്കിളാണ്, പ്രത്യേക വാഹനമാണ്, ഗതാഗതമായി ഉപയോഗിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ഗതാഗതമായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം വാഹനമാണ്, കേബിൾ കാറാണ് എന്ന് പപ്പ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. വി യൂസ് ട്രാൻസ്പോർട്ട് എന്താണ്? വി യൂസ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ടു ട്രാവൽ ബൈ റോഡ്, റെയിൽ, എയർ ആൻഡ് വാട്ടർ അല്ലേ? നമ്മൾ ഡിഫറെൻറ്റ് വെഹിക്കിൾസ്, വ്യത്യസ്ത തരം വാഹനങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഗതാഗതം ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, എയർ ആൻഡ് വാട്ടർ. എന്താണ്? റോഡ് അല്ലേ? റോഡ് ട്രാൻസ്പോർട്ട്. ദെൻ റെയിൽ എന്താണ്? ട്രെയിനൊക്കെ പോകുന്നതാണ് റെയിൽ അല്ലേ? റെയിൽവേ റെയിൽ പാളങ്ങൾ. ദെൻ എയർ ട്രാൻസ്പോർട്ട് എന്താണ്? എയറോപ്ലെയിൻ, അങ്ങനെയാണ് എയർ ട്രാൻസ്പോർട്ട്. ദെൻ വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം അല്ലേ? യെസ്, ദീസ് ആർ കോൾഡ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഇതൊക്കെയാണ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, ഗതാഗതം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? യാത്ര ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ? ഗതാഗത മാർഗങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആണ്. റോഡ്, റെയിൽ, എയർ ആൻഡ് വാട്ടർ. ദെൻ ഫസ്റ്റ് വൺ, റോഡ് ട്രാൻസ്പോർട്ട്. We use road transport like motor vehicles, cycles or cycle rickshaws to travel by road. റോഡിലൂടെ എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷനായിട്ട് പോകുന്നത്? റോഡിലൂടെ പോകുന്ന എന്തൊക്കെയാണ് റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഏതൊക്കെയാണ്? മോട്ടോർ വെഹിക്കിൾസ്, സൈക്കിൾ റിക്ഷാസ് അല്ലേ? ടു ട്രാവൽ ബൈ റോഡ്. മോട്ടോർ വെഹിക്കിൾസ് ഹാവ് എൻജിൻസ് ദാറ്റ് യൂസ് പെട്രോൾ ഓർ ഡീസൽ. മോട്ടോർ വെഹിക്കിൾസ് എൻജിൻസ് എന്താണ് യൂസ് ചെയ്യുന്നത്? പെട്രോളും ഡീസലും. ദെൻ നോക്കിയേ, ലുക്ക് ദീസ് പിക്ചേഴ്സ്. യു നോ ദീസ് പിക്ചേഴ്സ്? യെസ്, കാർ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, റിക്ഷ, ട്രക്ക്, ബസ്, ഓട്ടോറിക്ഷ അല്ലേ? യെസ്. ഫാക്റ്റ് ആൻഡ് നോക്കിയേ, ഫാക്റ്റ് ആൻഡിൽ എന്താ പറയുന്നത് നോക്കാം. എ കാർട്ട് ഈസ് എ വെഹിക്കിൾ വിത്ത് 2 or 4 wheels. ഇറ്റ് ഈസ് പുൾഡ് ബൈ അനിമൽസ് അല്ലേ?
കാർട്ട് ഇസ് എ വെഹിക്കിളാണ്. കാർട്ട് എന്ന് പറയുന്ന ഒരു വെഹിക്കിളാണ്. 2 or 4 വീൽസ് കാണും. അതിൽ 2 or 4 വീൽസ് കാണും, ചക്രങ്ങളുണ്ടാവും. ഇറ്റ് ഈസ് പുൾഡ് ബൈ അനിമൽസ്. ഇത് നോക്കിയാൽ ലൂസ് ദിസ് പിക്ചർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത്? ബുള്ളോ കാർട്ട് കണ്ടിട്ടുണ്ടോ? പണ്ടൊക്കെ ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണിത് കേട്ടോ. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ ബുള്ളോ കാർട്ട് കേട്ടോ. ദെൻ എന്താണ്? അനിമൽസ് ലൈക്ക് ഓക്സ്, ക്യാമൽ, ഹോഴ്സ് ആൻഡ് ബുള്ളോക്ക് ടു ക്യാരി ലോഡ്സ് ഒക്കെ ഭാരങ്ങൾ വഹിച്ചു കൊണ്ട് പോകുന്നതാണ്. അനിമൽസ് വഹിച്ചു കൊണ്ട് പോകുന്ന വെഹിക്കിളാണ് കാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സം കാർട്ട്സ് ഓൾസോ ക്യാരി പീപ്പിൾ. ചില സ്ഥലങ്ങളിൽ എന്താണ്? പീപ്പിൾ, ആളുകളെയും ഈ ബുള്ളോ കാർട്ട്സ് വലിച്ചു കൊണ്ടുപോയി. ചില കാർട്ട്സ് പീപ്പിൾ വാഹനമായിട്ട് ഉപയോഗിക്കുന്നു, ആളുകളെ കൊണ്ടുപോകുന്ന കാർട്ട്സും ഉണ്ട് കേട്ടോ. സം കാർട്ട്സ് ഓൾസോ ക്യാരി പീപ്പിൾ. റെയിൽ ട്രാൻസ്പോർട്ട്. ട്രെയിൻസ് മൂവ് ഓൺ റെയിൽസ്. പാളങ്ങളിലൂടെ ചലിക്കുന്നതാണ് ട്രെയിൻസ് അല്ലേ, ട്രെയിനുകൾ. എ ട്രെയിൻ ഹാസ് ആൻ എൻജിൻ ആൻഡ് മെനി കോച്ചസ്. ഒരു ട്രെയിനിന് ഒരു എൻജിനുമുണ്ട്, പിന്നെയോ മെനി കോച്ചസുമുണ്ട്, കോച്ചുകളുമുണ്ട് അല്ലേ. നോക്കിയാൽ ലുക്ക് ദിസ് പിക്ചർ. ഇറ്റ് ഈസ് എ ട്രെയിൻ. യു നോ, നിങ്ങൾക്കറിയാം, ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, ടീച്ചറിനറിയാം. ഓക്കെ, ഇറ്റ്സ് എൻജിൻ റൺസ് ഓൺ ഇലക്ട്രിസിറ്റി. എൻജിൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി, വൈദ്യുതി. ദെൻ കോൾ ഓർ ഡീസൽ, കൽക്കരിയോ ഡീസലോ ഉപയോഗിക്കുന്നു. പാസഞ്ചർ ട്രെയിൻസ് ക്യാരി പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. യാത്രക്കാരെ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ട്രെയിൻ അല്ലേ. ഗുഡ്സ് ട്രെയിൻസ് ക്യാരി ഗുഡ്സ്. സാധനങ്ങൾ, ചരക്കുകളെന്ന് പറയും. ആ സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഗുഡ്സ് ട്രെയിൻ. ഗുഡ്സ് ട്രെയിൻസ് കണ്ടിട്ടുണ്ടോ? ഓക്കെ. Then Anya wants to know, name the special train that is used as a means of transport within Delhi. ഡൽഹിയിലോട്ടുള്ള സ്പെഷ്യൽ ട്രെയിൻസിൻ്റെ പേര് നിങ്ങളിവിടെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. ദെൻ എ പേഴ്സൺ, ഫാക്റ്റ് ആൻഡ് നോക്കിയേ. എ പേഴ്സൺ ഹൂ ട്രാവൽസ് ഈസ് എ പാസഞ്ചർ. ആരാണോ ഒരു വ്യക്തി, ആരാണോ യാത്ര ചെയ്യുന്നത് അയാളെ പറയുന്നതാണ് പാസഞ്ചർ അല്ലേ. ഒരു യാത്രക്കാരനെ പറയുന്ന പേരാണ് പാസഞ്ചർ. ദെൻ വാട്ടർ ട്രാൻസ്പോർട്ട്. ലുക്ക് ദിസ് പിക്ചർ. വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് ഇതൊക്കെ. എന്താണ്? സെയിൽ ബോട്ട്, ഷിപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഷിപ്പ്, സെയിൽ ബോട്ട്. ഓക്കെ. ദെൻ നോക്കി, വി യൂസ് വാട്ടർ ട്രാൻസ്പോർട്ട് ടു ക്രോസ് സീ, ഓഷ്യൻ, ലേക്ക്, കനാൽ ഓർ റിവർ. നമ്മൾ വാട്ടർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. സീ, ഓഷ്യൻ, ലേക്ക്, കനാൽ ഓർ റിവർ. ദെൻ കാർഗോ ഷിപ്സ് ക്യാരി ഹെവി ലോഡ്സ് അല്ലേ. ഹെവി ലോഡ്സ് ഉപയോഗിക്കുന്നതാണ് കാർഗോ ഷിപ്സ്. ദെൻ ഷിപ്പ്, സ്റ്റീമർ, ബോട്ട് ആൻഡ് സെയിൽ ബോട്ട് ആർ മീൻസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്? ഷിപ്പ്, സ്റ്റീമർ, ബോട്ട് ആൻഡ് സെയിൽ ബോട്ട് അല്ലേ. ഓക്കെ. ദെൻ ഫാക്റ്റ് ആൻഡ് എന്താ പറയുന്നത്? സബ്മറൈൻസ് ആർ യൂസ്ഡ് ബൈ സോൾജേഴ്സ് ടു ട്രാവൽ അണ്ടർ വാട്ടർ. ജലത്തിനടിയിലൂടെ സോൾജേഴ്സിനെ കൊണ്ടുപോകുന്നതാണ് സബ്മറൈൻസ് അല്ലേ, ഉപയോഗിക്കുന്നതാണ്. സബ്മറൈൻസ് ആർ യൂസ്ഡ് ബൈ സോൾജേഴ്സ് ടു ട്രാവൽ അണ്ടർ വാട്ടർ. നോക്കിയേ, എയർ ട്രാൻസ്പോർട്ട്. എയറോപ്ലെയിൻ. ലുക്ക് ദിസ് പിക്ചർ. എയറോപ്ലെയിൻ ആൻഡ് ഹെലികോപ്റ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എയറോപ്ലെയിനിൽ പോയിട്ടുണ്ടോ? ഓക്കെ. എയറോപ്ലെയിൻ പോയിട്ടുള്ളവർ ഉണ്ടാവുമായിരിക്കും. ഹെലികോപ്റ്റർ, എയറോപ്ലെയിൻ കണ്ടിട്ടില്ലാത്തവർ കാണത്തില്ല, എല്ലാവരും കണ്ടിട്ടുണ്ട്. വീട്ടിലെ ടോയ്സും കാണുമായിരിക്കും അല്ലേ. യെസ്, എയർ ട്രാൻസ്പോർട്ട്. വി യൂസ് എയറോപ്ലെയിൻസ് ആൻഡ് ഹെലികോപ്റ്റേഴ്സ് ടു ട്രാവൽ ബൈ എയർ അല്ലേ. എയറോപ്ലെയിൻസ്, ഹെലികോപ്റ്റേഴ്സും ട്രാവൽ ചെയ്യുന്നത് ഏത് വഴിയാണ്? എയർ വഴിയാണ് അല്ലേ. യെസ്, ദേ ആർ ദ ഫാസ്റ്റസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. വേഗതയിൽ പോകുന്ന ട്രാൻസ്പോർട്ട് ഗതാഗതമാണ് എയർ ട്രാൻസ്പോർട്ട്. വി ക്യാൻ റീച്ച് ഫാർ ഓഫ് കൺട്രീസ് ഇൻ ഫ്യൂ ഹവേഴ്സ് ഇൻ ദം ദേ ഓൾസോ ക്യാരി ഗുഡ്സ് അല്ലേ. ദൂരെയുള്ള രാജ്യങ്ങളിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് എത്തിച്ചേരാനാകും അല്ലേ. അവർ സാധനങ്ങളും കൊണ്ടുപോകുന്നു. യെസ്. ഓക്കെ. അന്യ വാണ്ട്സ് ടു നോ, ഡു യു നോ വാട്ട് എ ഗ്ലൈഡർ ഈസ്? ഡിസ്കസ് ഇൻ ക്ലാസ്. ഗൂഗിൾ മീറ്റിൽ ടീച്ചർ പറഞ്ഞു തരാം. ഡു യു നോ വാട്ട് എ ഗ്ലൈഡർ ഈസ്? ഡിസ്കസ് ഇൻ ക്ലാസ്. കേട്ടോ. അന്യ വാണ്ട്സ് ടു നോ, ഡു യു നോ വാട്ട് എ ഗ്ലൈഡർ ഈസ്? ഡിസ്കസ് ഇൻ ക്ലാസ്. ഓക്കെ ചിൽഡ്രൻ, നമ്മൾ ഈ നോട്ട്ബുക്കിൽ എഴുതാം.
All of you take your notebook, write today's date and day. Lesson 6, travel and communicate. Transport, passenger, helicopters, sailboat. Transport, passengers, helicopters, sailboat. Transport, TRANSPORT, transport. Passengers, PASSENGERS, passengers. Helicopters, HELICOPTERS, helicopters. Helicopter, HELICOPTERS, helicopter. Sailboat, SAILBOAT, sailboat. എല്ലാവരും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.